നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ നാളെയാണ് അർജൻറ്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ സെമി ഫൈനൽ മത്സരം കളിക്കുന്നത്. ഇന്ത്യൻ സമയം പറയുമ്പോൾ നമുക്ക് മറ്റന്നാൾ പുലർച്ചെ 12:30 ഈ കളി. അർജൻറ്റീനയുടെ ഓരോ കളികൾ വരുമ്പോഴും റഫറിമാർ വലിയ രൂപത്തിൽ സൂക്ഷ്മ നിരീക്ഷണത്തിന് പാത്രങ്ങളാവുകയാണ്. അവരേത് രാജ്യക്കാരാണ്, ഇതിനു മുമ്പുള്ള അവരുടെ കളി നിയന്ത്രണം എങ്ങനെയാണ്, ഇതൊക്കെ എല്ലാവരും ഇപ്പോൾ നോക്കുന്നുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഏതായാലും ഈജിപ്തിനെതിരെയുള്ള കളിയിൽ ഫ്രാങ്കോയിസ് ലെറ്റക്സിയർ ആയിരുന്നല്ലോ റഫറി ആയിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന പോലെ ഫ്രഞ്ചുകാരനാണ്. പിന്നെ ജാവോ പിനോറോ ആയിരുന്നു കഴിഞ്ഞ സ്വിറ്റ്സർലൻഡിനെതിരെയുള്ള കളിയിലെ മെയിൻ റഫറി. അദ്ദേഹം പോർച്ചുഗലുകാരനാണ്. ഇപ്പോൾ ഈ സെമി ഫൈനൽ മത്സരം ഇംഗ്ലണ്ടിനെതിരെ കളിക്കുമ്പോൾ ആരാണ് റഫറി, ഏത് രാജ്യക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ മുൻ മത്സരങ്ങളിലെ അനുഭവം എന്താണ്, ഇതൊക്കെ എല്ലാവരും ചെയ്യുകയാണ്. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. മത്സരത്തിൻ്റെ മെയിൻ റഫറി അമേരിക്കക്കാരനായിട്ടുള്ള ഇസ്മായിൽ എൽഫാത്താണ്. അദ്ദേഹത്തിൻ്റെ 2 അസിസ്റ്റൻ്റ് റഫറിമാരും USA തന്നെയാണ്, കോറി പാർക്കറും കെയിൽ അറ്റ്കിൻസും. 4th ഒഫീഷ്യലും അതുപോലെ റിസർവ് അസിസ്റ്റൻ്റ് റഫറിയും ഈ പറയുന്ന മെക്സിക്കോക്കാരാണ്. മൗറീസിയോ മഴിയനിയും ഡാനിയൽ ബിൻഡോണിയുമാണ് യഥാക്രമം 4th ഒഫീഷ്യലായിട്ടും റിസർവ് അസിസ്റ്റൻ്റ് റഫറിയായിട്ടും ഈ ഒരു മത്സരത്തിന് അപ്പോയിൻ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം ഈ വേൾഡ് കപ്പിൽ ഓൾറെഡി മത്സരങ്ങൾ നിയന്ത്രിച്ചിട്ടുള്ള ആളാണ്. 3 മത്സരങ്ങൾ ഈ വേൾഡ് കപ്പിൽ ഓൾറെഡി നിയന്ത്രിച്ചിട്ടുണ്ട്. അർജൻറ്റീനയ്ക്ക് അദ്ദേഹത്തെ നേരത്തെ ഖത്തർ വേൾഡ് കപ്പിൽ അവരുടെ മത്സരത്തിൻ്റെ 4th ഒഫീഷ്യലായിട്ട് പരിചയമുള്ള ആളാണ്. മെസ്സിക്ക് MLS ഒക്കെ അറിയാവുന്നൊരു റഫറിയുമാണ് എൽഫാത്ത്. ഈ ടൂർണമെൻറ്റിൽ 3 മത്സരങ്ങൾ നിയന്ത്രിച്ചു. വേൾഡ് കപ്പിൽ ജപ്പാൻ വേഴ്സസ് നെതർലൻഡ്സ് മത്സരം 2-2 സമനില വന്ന മത്സരം, അതുപോലെ തന്നെ ഉറുഗ്വായ്ക്കെതിരെ സ്പെയിന് 1-0 വിജയിച്ച മത്സരം, ബ്രസീലിനെ നോർവേ പരാജയപ്പെടുത്തി 2-1 നോർവേ വിജയിച്ച മത്സരം. ഈ കളികളിൽ അദ്ദേഹമായിരുന്നു റഫറി. പക്ഷേ കുറേ വിവാദങ്ങളും ഉണ്ടായിരുന്നു. പ്രധാനമായിട്ടുള്ള വിവാദം എന്ന് പറഞ്ഞാൽ ഈ റഫ് പ്ലേക്ക് അദ്ദേഹം അനുവദിക്കുന്നു, കളി വേണ്ട വിധത്തിൽ അദ്ദേഹം നിയന്ത്രിക്കുന്നില്ല എന്ന തരത്തിലുള്ള വിവാദമാണ് സ്പാനിഷ് മാധ്യമങ്ങൾ ഉയർത്തിയത്. ബെൻഡാങ്കൂർ നിക്കോ വില്യംസിനെ ഫൗൾ ചെയ്തതുമായി ബന്ധപ്പെട്ടിട്ട് വലിയ പ്രശ്നങ്ങൾ അദ്ദേഹത്തിനെതിരെ മാധ്യമങ്ങൾ ഉയർത്തി. കളി അദ്ദേഹം വേണ്ട വിധത്തിലല്ല കൈകാര്യം ചെയ്തത് എന്ന അഭിപ്രായമുണ്ട്. ഏതായാലും നിക്കോ വില്യംസിന് കുറേ മത്സരങ്ങൾ നഷ്ടമാകുന്ന ഒരു സ്ഥിതിവിശേഷവും ആ ഒരു പരിക്കിനെ തുടർന്നുണ്ടായി. പിന്നെ ബ്രസീലിൻ്റെ മാച്ചിൽ നമുക്കറിയാമല്ലോ, എൽഫാത്ത് ഇനീഷ്യലി മാത്യൂസ് കുഞ്ഞയെ ഫൗൾ ചെയ്തത് പെനാൽറ്റിയാണ്, ഈസിലി ആർക്കും കാണാം. പക്ഷേ അദ്ദേഹം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നെ വാർ ഇൻ്റർവെൻഷൻ നടത്തിയതിന് ശേഷമാണ് പെനാൽറ്റി കൊടുത്തത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ അതിലുമുണ്ടായി. അപ്പം അങ്ങനെ റഫറിങ്ങുമായി ബന്ധപ്പെട്ട് വിവാദങ്ങളുണ്ട്. എന്നാൽ പോലും ഇന്ന് മികച്ചൊരു പ്രകടനം അദ്ദേഹം നടത്തും. നാളത്തെ കളിയിൽ മികച്ച പ്രകടനം അദ്ദേഹം നടത്തുന്നതിന് കരുതാം. 44 വയസ്സുള്ള റഫറിയാണ് അദ്ദേഹം. ജനിക്കുന്നത് മൊറോക്കോയിലാണ്, കസാബ്ലാങ്കയിൽ. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ 18ാം വയസ്സിൽ പഠനത്തിനായിട്ടാണ് അദ്ദേഹം US എത്തുന്നത്. യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സസിൽ അദ്ദേഹം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ വേണ്ടി എത്തിയ ആളാണ്. ഏതായാലും പിന്നീട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു ഫുട്ബോൾ. ഒരു ഘട്ടത്തിൽ അദ്ദേഹം കളി നിർത്തി റഫറി ആവാൻ വേണ്ടി ഉള്ള ശ്രമങ്ങളിലേക്ക് കടന്നു. 2001 അദ്ദേഹത്തിന് US സിറ്റിസൺഷിപ്പ് ലഭിച്ചു, ഡൈവേഴ്സിറ്റി വിസ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട്. ആ പ്രോഗ്രാം ഇപ്പോൾ സസ്പെൻഡഡ് ആണ്. അല്ല, അദ്ദേഹം അങ്ങനെ അന്ന് മുതൽ USA പൗരനാണ്. 2016 അദ്ദേഹം ഫിഫയുടെ ഇൻ്റർനാഷണൽ റഫറിമാരുടെ ലിസ്റ്റിൽ ഇടം പിടിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കരിയറിൽ പ്രധാന ഭാഗവും അദ്ദേഹം ചിലവഴിച്ചത് MLS മത്സരങ്ങൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ്. ലയണൽ മെസ്സി ഓൾറെഡി അദ്ദേഹം നിയന്ത്രിച്ച മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2023 ലീഗ് കപ്പ് ഫൈനൽ, അന്ന് ആ കളി ജയിച്ചത് ഇൻ്റർ മയാമി ആയിരുന്നു, കിരീടം ചൂടിയത്. ആ കളി നിയന്ത്രിച്ചതും എൽഫാത്തായിരുന്നു. പിന്നെ അർജൻറ്റീനയുടെ മത്സരങ്ങൾ ഇതിനു മുമ്പും അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട്. അത് ഒളിമ്പിക്സിലടക്കം 2020 ഒളിമ്പിക്സ്, ടോക്കിയോ ഒളിമ്പിക്സിൽ അർജൻറ്റീനയുടെ മത്സരം അദ്ദേഹം നിയന്ത്രിച്ചിട്ടുണ്ട്. മാത്രമല്ല അദ്ദേഹം പ്രധാനപ്പെട്ട മത്സരങ്ങൾ ഇതിനു മുമ്പ് നിയന്ത്രിച്ചിട്ടുണ്ട്. ഇപ്പോൾ വേൾഡ് കപ്പിലെ മത്സരങ്ങൾ, അതുപോലെ തന്നെ കോപ്പ അമേരിക്കയിലെ മത്സരങ്ങൾ, കോൺകാഫ് ഗോൾഡ് കപ്പിലെ മത്സരങ്ങൾ, ഒളിമ്പിക് ഗെയിംസ്, അണ്ടർ-20 വേൾഡ് കപ്പ്, ക്ലബ്ബ് വേൾഡ് കപ്പ് എല്ലാം നിയന്ത്രിച്ച് പരിചയമുള്ള റഫറി തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ടോക്സിൽ എത്താം.